പ്രാചീന കാലത്തെ തുറമുഖ നഗരമായിരുന്ന കൊടുങ്ങല്ലൂർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ തിണ്ടിസ്, ഓപ്ഷൻ ബി മുസിരിസ്, ഓപ്ഷൻ സി ബരേക്ക, ഓപ്ഷൻ ഡി ബലിത. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്തു പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഉപ്പു സത്യാഗ്രഹം, ഓപ്ഷൻ സി ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1898, ഓപ്ഷൻ സി 1900, ഓപ്ഷൻ ഡി 1905. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി പാലിയം സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം, ഓപ്ഷൻ ഡി കുണ്ടറ വിളംബരം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി CDS ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഇൻഷുറൻസ്, ഓപ്ഷൻ ബി പൊതുവിതരണം, ഓപ്ഷൻ സി കുടുംബശ്രീ, ഓപ്ഷൻ ഡി നീതിന്യായം. ശരിയായ ഉത്തരം ഓപ്ഷൻ. കേരള സംസ്ഥാനത്തിന്റെ ആദ്യ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ആർ ശങ്കർ, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി അച്യുതമേനോൻ, ഓപ്ഷൻ ഡി ഗൗരിയമ്മ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഓപ്ഷൻ എ വൈക്കം ക്ഷേത്രം, ഓപ്ഷൻ ബി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഓപ്ഷൻ സി ഗുരുവായൂർ ക്ഷേത്രം, ഓപ്ഷൻ ഡി പാലിയം ക്ഷേത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രീക്ക്, ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഓപ്ഷൻ സി ജർമ്മൻ, ഓപ്ഷൻ ഡി ലാറ്റിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ഏത് മൃഗമായിരുന്നു? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി കടുവ, ഓപ്ഷൻ ഡി കുതിര. ശരിയായ ഉത്തരം